Requesting our producers, director, S.T. Shobhan sir, Johnny Ajay sir, എല്ലാവരും ചേർന്ന് അതിലധികം തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പൂജാസനങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് നമ്മുടെ വേദിയിൽ കുറിക്കുകയാണ്. Requesting you all to kindly please put your hands together everyone. നല്ലൊരു കൈയ്യടി ആവാം എല്ലാവരും ചേർന്ന് please. Madhushika, Sanam Babu sir, Mr. Sanjil, അതുപോലെ തന്നെ ഷാഫിക, please. I think we are missing that clapping sound കേട്ടോ. നമ്മൾ ആ ഒരു clapping sound വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. So together, please everyone. Please Dima. I'm requesting the cast, എല്ലാവരും ചേർന്ന് please. Could you all please come forward? Sagar, Janesh, എല്ലാവരും ചേർന്നിട്ട് അതിഥിയെ തെളിയിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. We've got a wonderful task here for the movie and all of them together. Right in the way next week here. I'm also requesting our DOP Jaseen. Can we all together do the countdown? Ready? Alright, so on a count of 5, 4, 3, 2, 1, and here we go. Ladies and gentlemen, please put your hands together. Divans Film Factory presents here is the brand new movie from Divans Film Factory named Dharbi. Ladies and gentlemen, please put your hands together everyone and make some noise together. എല്ലാവർക്കും നമസ്കാരം. സജിലിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ സജിലെ? രണ്ടാമത്തെ മൂവി. ഫസ്റ്റ് മൂവിയിൽ ഞാനുണ്ടായി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഒരു അസമയത്തായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് മാത്രം പരാജയം എന്ന് പറയാൻ പറ്റില്ല, നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. യൂത്തിനെ വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ്, ഏറ്റവും വലുത് പ്രൊഡ്യൂസർ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക, അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക, നല്ല സമയത്ത് റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക. അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത്. മനസ്സിലാവും അല്ലേ? സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് ഈ സിനിമ കാണുന്നത്. ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതിന് വളരെ നല്ലത്. അവരൊരു തീരുമാനം തന്നെയായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഈശ്വരനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഡർബി എന്ന സിനിമ
ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ചേട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ പണിയറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല, ഞാൻ ഘടകന് കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതൊരു സന്തോഷം, ഒരു സമാധാനമുണ്ട്. നല്ലൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി കേട്ട് അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നതാണൊക്കെ ചെയ്യുന്നത്. കഥ മൊത്തത്തിൽ നറേറ്റ് ചെയ്തില്ല. ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം, പിന്നെ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ആയിക്കോട്ടെ, ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പഠനം കുറവാണ്, ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് എടുത്തോ? അപ്പോൾ 15 ദിവസം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിൻ്റെ ക്യാരക്ടർ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറയില്ല, സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും. പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച കുറേ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു പ്രൊഡ്യൂസർ, നല്ല യൂത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. എല്ലാവരുടെയും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 9:30 മുതൽ പുറത്ത് ദോശ ഇടാൻ തുടങ്ങിയ ആളുകൾ. അപ്പം ഞാൻ എണ്ണി നോക്കി 2000 ദോശ കഴിച്ചു. പടപടാ ചുട്ടോണ്ടിരിക്കുക, എവിടെ ഒന്ന് ചുട്ടു നിർത്തിയിട്ട് നീ ചൂടായിട്ട് കുറച്ച് ചൂടാന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ എനിക്ക് വളരെ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളുടെ ഒരു സിനിമയാണ്. എൻ്റെ നാട്ടുകാരനാണ് പ്രൊഡ്യൂസ് മൻസൂർ. പിന്നെ സഹുറു ആണെങ്കിലും അമീർ ആണെങ്കിലും എൻ്റെ അടുത്ത് നേരത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അവരെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടുകാരനാണ്, മലപ്പുറത്തുകാരാണ്. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന പണി എന്ന സിനിമ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല. പണി എന്ന സിനിമയിൽ എന്നെ ഒരുപാട് ഞെട്ടിച്ച താരങ്ങളാണ് ഇവർ രണ്ടുപേരും. പിന്നെ പ്രിയപ്പെട്ട ശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജോണി ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരുടെ ഇഷ്ടമുള്ളവരുടെ ഒരു കൂട്ടമാണ് ഇന്ന് ഈ സിനിമയിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഡർബി വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സജലിനെ പറ്റി പറയണമെങ്കിൽ നേരത്തെ അശോകൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഷോ കണ്ട സിനിമയാണ് ഞാൻ കടകൻ എന്ന സിനിമ. ഒരു പുതിയ ഫിലിം മേക്കറുടെ ഒരു പാകപ്പിഴയില്ലാതെ തന്നെ വളരെ മനോഹരമായ ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത ഒരു സംവിധായകനാണ്. അതും എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് ഒരു നാടിനുള്ള സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ ഡർബി സിനിമയ്ക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്നും ഈ ഒരു സുദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമാണ് ഓരോ സിനിമകളുമായിട്ട് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മലയാള സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിലൂടെ സജിലിൻ്റെ കടകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. പക്ഷെ അത് OTT വന്നപ്പോൾ ഞാൻ ആ പടം കാണുകയും ഞാൻ സജിലിനെ വിളിച്ചായിരുന്നു, ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. കാര്യം ഹക്കീമിനെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ട്രെയിലറെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ സിനിമ കാണുകയും ആ സിനിമ കണ്ട് സജിലിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അന്ന് അഭിനന്ദിക്കാൻ പറ്റാത്തതിന് ഇപ്പോൾ അഭിനന്ദിക്കുന്നു. അതുപോലെ പുതിയൊരു കമ്പനി മലയാള സിനിമയിലോട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല സിനിമകൾ, ഒരുപാട് നല്ല സിനിമകൾ ആ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഈ സിനിമയുടെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച സാഗർ, ജുനൈസ്, ആൻമല്ലറ്റ്, ഇവർ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനുമുണ്ട്, ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ. അത് പറയാൻ അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിമേ അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും കടകം. എല്ലാവിധ ആശംസകളും ഈ പ്രൊജക്റ്റിന് നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. സജിലിൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും സജിലിനും അതുപോലെ തന്നെ സാഗർ എല്ലാവരും
വളരെ അടുത്ത വേണ്ട അനിയന്മാരാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.